ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ ഒരു ആഗ്രഹം നമ്മുടെ സുധീഷ് നടത്തിക്കൊടുത്തു. നിധിയെ കൂടുതൽ ഇംപ്രസീവ് ആക്കാൻ വേണ്ടി കോളേജിലെ മാഡത്തിനോട് കുറച്ചധികം ചിരിച്ച് കളിച്ച് ഫ്രീ ആയി ഒക്കെ സംസാരിക്കുന്നുണ്ട് സുധീഷ്. നിധിക്ക് അത് കണ്ടിട്ടും ഒരു ദേഷ്യമോ പൊസസീവ്നെസ്സോ ഒന്നും ഉണ്ടാകുന്നില്ല. അതേപ്പറ്റി സുധീഷ് നേരിട്ട് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ നിധി പറയുന്നത്, നിങ്ങൾ കണ്ട പെണ്ണുങ്ങളോട് ചിരിച്ചു കുഴഞ്ഞാൽ ഞാൻ എന്തിനു പൊസസീവ് ആകണം? ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് കരുതിയോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി. പിന്നീട് നീതുവിന് ഹരീഷിനോടുള്ള ഇഷ്ടം ഹരീഷിനും അറിയാം. നീതു വീട്ടിൽ നടക്കുന്ന കല്യാണ ആലോചനകളെ പറ്റി ഹരീഷിനോട് പറയുമ്പോൾ ഹരീഷ് പറയുന്നത്, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നീതുവിന്. മതി, നിർത്ത്, ഇങ്ങനെയൊന്നും അപമാനിക്കാൻ പാടില്ല ഹരീഷേ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ സഹിക്കാം എന്ന്. ഹരീഷ് ആകെ കൺഫ്യൂഷനിലാവുന്നു. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയാതെ ഓരോ അനുജന്മാരും ഇങ്ങനെ കല്യാണം കഴിച്ചു തുടങ്ങിയാൽ സുഭാഷ് ഏട്ടൻ എന്ത് കരുതും, ആളുകൾ എന്ത് കരുതും എന്നുള്ള ചിന്തകളാണ് നമ്മുടെ അനുജന്മാർക്ക്. വീണ്ടും നിധിയെയും സുധീഷിനെയും കാണിക്കുന്നു. നിധിക്ക് സുധീഷ് കൊടുത്ത സർപ്രൈസിന് സുധീഷിന് ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നുണ്ട് നിധി. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇയാൾക്കെന്താ എന്ന്. അതിന് യൂണിവേഴ്സിറ്റിയിലേക്കാണ് വരുന്നത്, എനിക്കൊരു മര്യാദയുണ്ട്, നിങ്ങൾ ബട്ടൺസ് വായിച്ചിട്ട് കോളറും കയറ്റി വെച്ച് എന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിധി. സുധീഷിന് അത് ഇഷ്ടമായി. എങ്ങനെ 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 ഒന്നുകൂടി കാണിച്ചേ എന്ന് പറയുന്നു. ഒരു മടിയും കൂടാതെ നിധി അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ രണ്ടുപേരും സ്വൈരസല്ലാപത്തിൽ ഏർപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.